ഞങ്ങളെ സഹായിക്കണമേ. വ്യത്യസ്തമായ ശുശ്രൂഷകൾക്ക് നേർ നൽകുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ കീർത്തനങ്ങളിൽ 138 ഗീതത്തിന്റെ ആദ്യത്തെ 3 ചരണവും അവസാനത്തെ ചരണവും പാടി ദൈവത്തെ സ്തുതിക്കാം. ഹിം നമ്പർ 138. മഹാചര്യം നീതയ്യോ, അയ്യോ മഹാചര്യം നീതയ്യോ. പേജ് നമ്പർ 131, രണ്ടാം ഭാഗം ശുശ്രൂഷ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. തന്റെ ദാസനാൽ വിസ്തരിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ, നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേസോൻ തന്റെ ദാസനാൽ വിസ്തരിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ, നിന്റെ ന്യായ വിസ്താര ദിവസത്തിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേസോ തന്റെ ദാസനാൽ വിസ്തരിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ, നിന്റെ ന്യായ വിസ്താര ദിവസത്തിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേസോ ഞങ്ങൾ
ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായേ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്മോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുവിഷ്ണുസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടങ്ങും ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും ാകുന്നു. ആമേൻ. അളവില്ലാത്ത തന്റെ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനും തന്റെ പീഡാനുഭവത്തിൽ അഭയം പ്രാപിക്കുന്ന എല്ലാവർക്കും അതിനെ ബലമുള്ള കോട്ടയും വിജയത്തിന്റെ ആയുധമാക്കി തീർക്കുന്നവനുമായ ഞങ്ങളുടെ മശീഹാതമ്പുരാനെ, തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന കൃപയാൽ കൈക്കൊള്ളണമേ. ജീവകരമായ നിന്റെ പീഡാനുഭവത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നതിനാൽ എല്ലാ കഷ്ടതകളെയും നിനക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ വികാരങ്ങളെയും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ. അറിവോടും ദൈവഭക്തിയോടും കൂടെ നിന്റെ പീഡാനുഭവത്തിൽ വിശ്വസിച്ച് അതിനെ കൊണ്ടാടി ആരാധിപ്പാനും നിന്റെ വലത്ത് ഭാഗത്ത് നിൽപ്പാനും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഓശോ വബുക്കുൽ സുബാലവോൽമേ. അത്ഭുതമടയാളം ശക്തി ഇവയാൽ നിന്നോ പുറപ്പെട്ടൊരു മുന്തിരിവള്ളി ഉടയോനെ അപമാനം നിന്ന പരിഹാസം രക്ഷകൻ അവൾ പ്രതിഫലം ചെയ്തു. തവ സുതയെ നീ കാൺമാനായി അബ്രഹാമേ വരിക വേഗം. യാക്കോബേ നീയും ക്രൂശും തന്നുടയോനാ രക്ഷകനോ പ്രതിഫലം കൊടുത്തൊരു തോപ്പിന്മേൽ മുറയിടുവാനായി നീ വാരിക. കനികൾ കൊടുത്തിരുന്ന തോട്ടത്തെ താൻ നശിപ്പിച്ചു. പകരം തിരുസഭയെ നാട്ട ഉടയോൻ വാട്ടപ്പേ സകലാധിപനാം രാജാവേ സ്തുതിയൻ ഫലങ്ങൾ കാഴ്ചവെപ്പാൻ ശക്തി സഹായം അടിയാർക്ക് നൽകണമേ നീക്കോ. മനസാൽ ബലിക്കായി വന്നവനെ മനുജകുലത്തെ വീണ്ടവനെ ബലികൾ കൈക്കൊള്ളുന്നവനെ എന്നേക്കും സ്തുതി നിനക്ക്. എന്നാൽ ബലിയെല്ലാം മാഞ്ഞു കർമ്മങ്ങളെല്ലാം നിറവേറി ശുദ്ധീകരണവുമേകുന്ന ബലിയായി നീ തീർന്ന ദിനാലേ. ഒരു ഉപേക്ഷയുടെയും പിന്നാലെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രതിവാക്യമായി ഏറ്റുമല്ല. കഷ്ടതയും കുരിശും സഹിക്കുകയും മുൾക്കിരീടം ധരിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആദാമിനെയും സന്താനങ്ങളെയും രക്ഷിപ്പാൻ തിരുരത്താൽ കുരിശാരോഹണം ചെയ്ത ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകല വിശ്വാസികളുടെയും ശരണവും നിഴലായ സകലത്തിന്റെയും സാക്ഷാൽ പൊരുളുമായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇന്നെന്ന പോലെ ഒരു നാളിൽ
ദുഷ്കരങ്ങളാൽ ദണ്ഡിപ്പിക്കപ്പെടുകയും ക്രൂശിൽ തൂക്കപ്പെട്ടവനുമായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി ക്രൂശിൽ വെച്ച് മനസ്സോടെ തന്റെ ജീവനെ വിടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നെ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ നിന്നോടുകൂടെ പ്രതീസായിൽ ഇരിക്കുമെന്ന് തന്റെ വലതുഭാഗത്തെ കള്ളനോട് അല്ലി ചെയ്ത ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചു പറഞ്ഞ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവേ, ഞാൻ നിന്റെ കൈകളിൽ എന്റെ ആത്മാവിനെ ഫരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ തന്റെ ആത്മാവിനെ പിതാവെങ്കിൽ ഫരമേൽപ്പിച്ച ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെ നിരന്തരം കയറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ യാഗത്താൽ നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചവനും തന്റെ മരണത്താൽ മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തവനും നഷ്ടപ്പെട്ടു പോയിരുന്ന പൂർവാക അവകാശത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നവനുമായ മശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓശോ ജ്ഞാനമുള്ള ശില്പിയായ ദൈവമേ, നിന്റെ സ്വരൂപത്തിൽ 6-ാം ദിവസമാകുന്ന വെള്ളിയാഴ്ച ആദാമിനെ നീ സൃഷ്ടിച്ചു. സാത്താന്റെ ആലോചനയ്ക്ക് അധീനനായി പർദീസയിൽ നിന്ന് തള്ളപ്പെട്ട അവനെ ഉദ്ധരിപ്പാൻ ഏതോ നീ ജഡം ധരിക്കുകയും കഷ്ടതയ്ക്കും കുരിശുമരണത്തിനുമായി വെള്ളിയാഴ്ച സ്വയം ഏൽപ്പിക്കുകയും ചെയ്തു. അവനെ ക്രൂശിക്ക എന്ന യൂതസംഘം അട്ടഹസിച്ചു. ഈ വെള്ളിയാഴ്ച നീതികെട്ട ന്യായാധിപന്മാർ നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ചു. നിന്നോട് അപേക്ഷിച്ച വലതുഭാഗത്തെ കള്ളന് പർദീസയിലേക്ക് പ്രവേശനം നീ നൽകി. വെള്ളിയാഴ്ച നീതിയുടെ മഹാസൂര്യനായ നിന്നെ ക്രൂശിൽ കണ്ടിട്ട് സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, മലകൾ വിറച്ചു, പാറകൾ പിളർന്നു, ശവക്കല്ലറകൾ തുറന്നു. ഈ വെള്ളിയാഴ്ച മരത്തിന്മേൽ കിടന്ന നിന്നെ സൂക്ഷിച്ച് അഗ്നിമയന്മാരും ആത്മമയന്മാരും വിസ്മയത്തോടെ നിന്നു. ഈ വെള്ളിയാഴ്ച സാത്താൻ പരാജിതനായി, ഞങ്ങളുടെ വർഗത്തിന് പൂർണ്ണ വീണ്ടെടുപ്പുണ്ടായി. ഈ വെള്ളിയാഴ്ച തിരുസഭ നന്ദിപൂർവം പ്രാർത്ഥിക്കുന്നു. പീഡാനുഭവത്താൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, നിനക്ക് സ്തുതി. ഞങ്ങളെ കഷ്ടതയില്ലാത്തവരും ഉപദ്രവമറ്റവരും ആക്കണമേ. ദുർവികാരങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. തർക്കങ്ങളെയും വേദവിപരീതങ്ങളെയും നീക്കി നിരപ്പും സമാധാനവും കൊണ്ട് സഭയെ നിറയ്ക്കണമേ. അതിനിടയന്മാർക്ക് ആത്മീയ ജ്ഞാനം നൽകണമേ. കർത്താവെ, സകല ജാതികളെയും ദർശിക്കണമേ. സുവിശേഷം കൊണ്ട് അവരെ പ്രകാശിപ്പിക്കണമേ. വിഗ്രഹാരാധനയിൽ നിന്നും പാപത്തിന്റെ ശുദ്ധിയിൽ നിന്നും അവരെ വിടുവിച്ച് തന്റെ തൊഴുത്തിൽ അവരെ കൂട്ടിച്ചേർക്കണമേ. കർത്താവെ, യഹൂദ ജനത്തോട് കരുണ ചെയ്യണമേ. ക്രൂശിന്റെ ദർശനം അവർക്ക് നൽകണമേ. നിന്റെ ശുശ്രൂഷക്കാർക്ക് സൗമ്യതയും ക്ഷമയും ധൈര്യവും കൊടുക്കണമേ. കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്ന നിന്റെ വയലിലേക്ക് കൊയ്ത്തുകാരെ അയക്കുകയും അവരുടെ വേല സഫലമാക്കുകയും ചെയ്യണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ തന്റെ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കർത്താവെ, പുരുഷന്മേൽ നഗ്നനായി കിടന്ന നിന്നെ കാണാതിരിപ്പാൻ ആകാശവീതിയിൽ സൂര്യൻ ഇരുണ്ടത്. നിന്റെ ശബ്ദം കേട്ട് പാറകൾ പിളർന്ന് ശവകല്ലറകൾ തുറന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. തന്നെ തന്നെ ബലിയായി അർപ്പിക്കുന്നതിന് തിരുമനസ്സായ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ മുഴുവനും വീഴ്ച കൂടാതെ തിരുസന്നിധിയിൽ ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. ഞങ്ങളെല്ലായ്പ്പോഴും നിനക്ക് പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങൾക്കായി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ക്രിയേലായിസോ താതനാകും ദൈവമൊത്ത് അമ്പരങ്ങൾ വിരിച്ചാതൻ ആകും ദൈവ സൂനുവിന്റെ തൃക്കൈകളിൽ നിന്ന് ക്രൂശിനീരെ തറയ്ക്കപ്പെട്ടു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിയേലായിസോ അകലാണ്ടത്തെ ഭാരമുറ്റു ഭുജത്തിൽ വഹിച്ചിടുന്നോനാകും തന്നോടെ ദിവ്യ മേനിയാതിൻ ഭാരാകെ മൂന്നാഴികൾ ക്രൂശിൽ ഇന്നു വഹിച്ചുവല്ലോ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിയേലായിസോ പറുദീസായിൽ ആദാം ഹവ്വ എന്നീവരിൽ നഗ്നതയെ തോലാൽ മറച്ച ദൈവസുതനെ ആദാപുത്ര വസ്ത്രമഴിച്ച് നഗ്നനാക്കി തീർത്തുവല്ലോ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിയേലായിസോ നന്മയ്ക്കു പകരം തിന്മയേറ്റ നാദാ ഞങ്ങളിൽ തിന്മ ഞങ്ങൾക്കെല്ലാം കൃപയോടെ നീ സൗജന്യമായി നൽകിയിടണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിയേലായിസോ ശാപമരവ ക്രൂശിനീരെ തൂങ്ങോ മഹത്വ രാജനാകും നാദാനിന്നെ കണ്ടു ദിവ്യ രക്തത്തിൻ്റെ വിലയാം ഞങ്ങൾ ഭക്തിയോടെ കുമ്പിടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിയേലായിസോ അടിതൊട്ടു മുടിയ അടിപ്പാടിലൂടെ തുടുതൂടെ ഒഴുകിയിടുന്ന രക്തം പാപവിനാശ ആയി ഞങ്ങൾ ഏകി. അതിനാൽ നിനക്കു സ്തോത്രം എന്നും ഞങ്ങൾ ചൊല്ലിയിടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിയേലായിസോ എൻ ദൈവമേ, ജീവകരമാ മരണത്തെ ഞാൻ ധ്യാനിച്ചിട്ട് നിത്യസ്തുതികൾ സന്നിധിയിൽ അണപ്പാനെനിക്കു കൃപ നൽകണമേ. എനിക്കായി ക്രൂശിൽ മരിച്ച നാഥാ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിയേലായിസോ തനയൻ ക്രൂശ് കണ്ടവരെല്ലാം പുകഴ്ത്തി അതിനെ
പതിച്ചും കൂടെ മരിച്ചും തന്നെ ജീവാശക്തി പ്രാപിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേ ലായേസോ മരണം സഹിപ്പ വന്ന മശീഹ പ്രാർത്ഥന കേട്ടി അരുൾകളിൻ കൃപയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേ ലായേസോ യേശുവിനരികിൽ ഗദസീമാനിൽ കാനാനിന്നാഥൻ പോരാട്ടത്തിൽ തളർന്നിടുന്നു. ശത്രുതനുടെ തീയമ്പുകളിൽ എഴുതിയിടുന്നു. സുതനിൽ പാപ ചുമടേറ്റുന്നു. കോവാഗ്നിയിൽ വത്സല സുതന് ഒരുങ്ങിടുന്നു. വാളിനവന് ഇരയാക്കണവൻ അരുളിടുന്നു. ചോരതുള്ളികൾ ഒഴുകിടുന്നു തിരുവേദനിൽ. പ്രാർത്ഥനയിൽ താൻ ജനകനിഷ്ടം കയ്യേൽക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേ ലായേസോ ക്രൂശിതനായോ യേശുവിനരികിൽ ചേരുക പാവി. നേരുള്ളു ഈശൻ സ്നേഹം കവിഞ്ഞൊഴുകുന്നു. തന്നാഗ്രഹയിൽ ആഴം നിനക്ക ഉണർന്നിടുന്നു. കൂരിരുളേറും രാത്രിയിലൊന്ന് മുഖം ശോഭിക്കുന്നു. നേന്മേലുള്ള സ്നേഹം മാറും നില്ലോരു നാളും. ഈശനിന്നോളി മങ്ങിടുന്നില്ലൊരു നാളുമേ. വിശ്വാസത്തോ അതിനെ തികവ കണ്ടിടുവാൻ നൽകണമേ നിൻ ആത്മാവിനൊളിയൻ മനസ്സിൽ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേ ലായേസോ ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക. മാർച്ചിത്വം മാനസാന്തര വരുത്തിടേണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേ ലായേസോ ന്യായവിസ്താരത്തിൽ തന്റെ ദാസനാൽ അടിക്കപ്പെട്ട മെശിഹാ തമ്പുരാനേ, ന്യായവിസ്താരത്തിൽ ദാസനാൽ അടിക്കപ്പെട്ട മെശിഹാ തമ്പുരാനേ, ന്യായവിസ്താര ദിവസത്തിൽ ദയ തോന്നി ന്യായവിസ്താര ദിവസത്തിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേ ലായേസോ ന്യായവിസ്താരത്തിൽ തന്റെ ദാസനാൽ അടിക്കപ്പെട്ട മെശിഹാ തമ്പുരാനേ, ന്യായവിസ്താരത്തിൽ ദാസനാൽ അടിക്കപ്പെട്ട മെശിഹാ തമ്പുരാനേ, ന്യായവിസ്താര ദിവസത്തിൽ ദയ തോന്നി ന്യായവിസ്താര ദിവസത്തിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേ ലായേസോ ന്യായ
ന്യായവിസ്താരത്തിൽ തന്റെ ദാസനാൽ അടിക്കപ്പെട്ട മശിയാതമ്പുരാനെ, ന്യായവിസ്താരത്തിൽ ദാസനാൽ അടിക്കപ്പെട്ട മശിയാതമ്പുരാനെ, ന്യായവിസ്താര ദിവസത്തിൽ ദയതോന്നി നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായേസോ കർത്താസ്തുതി നിനക്കു താതനു ബഹുമാനം വിശുദ്ധ റൂഹായ്ക്കു പുകഴ്ച വന്ദനം. പാപികളാകുന്ന നിന്നോടടിയാരിൽ അനുഗ്രഹം കൃപയും ചൊരിഞ്ഞിടണമേ നീ. മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ടു മശിഹ സിംഹാസനെ പ്രാർത്ഥനയത്തണമേ. സ്തുതിയേൻ കർത്താവേ, സ്തുതിയേൻ കർത്താവേ, നിത്യ ശരണവുമേ സ്തുതിരേ ഭാരയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമശുദ്ധമാകപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിശ്വസ്വരത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. എല്ലാവർക്കും ദാസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇപ്പോൾ ഒന്നാമത്തെ പാഠം വായിച്ചു കേൾപ്പിക്കുന്നതാണ്. ഒന്നാം പാഠം സക്കറിയ പ്രവചനം 13-ാം അധ്യായം. The book of Zechariah, chapter 13. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരുടെയും മലിനാത്മാവിനെയും ദേശത്തു നിന്ന് നീക്കിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആരെങ്കിലും ഇനിയും പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോവയുടെ നാമത്തിൽ ഭോഷ്ക സംസാരിക്കുന്നത് കൊണ്ട് നീ ജീവനോടിരിക്കയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരോരുത്തരും താന്താൻ ദർശനത്തെ കുറിച്ച് ലജ്ജിക്കും. ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കുകയുമില്ല. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നുവെന്ന് അവൻ പറയും. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന മുറികൾ എന്തെന്ന് ചോദിച്ചതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. വാളെ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളികളായ പുരുഷന്റെ നേരെ ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചെറുതിക്കൊണ്ട് എന്നെ ഇടയനെ വെട്ടുക. ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. എന്നാൽ സർവദേശത്തിന് മുന്നിൽ രണ്ടംശം ഛേദിക്കപ്പെട്ട പ്രാണനെ വിടും. മുന്നിൽ ഒരംശം ശേഷിച്ചിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. മൂന്നിലൊരംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളത്തിൽ ഊതി കഴിക്കുന്ന പോലെ ഒരു ഊതി കഴിക്കും. പൊന്നശോധന കഴിക്കുന്ന പോലെ ഒരു ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്നും ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും. ഗായക സംഘം ഒരു പാട്ടിന് 2 ചരണങ്ങൾ പാടുന്നു. ും
ആരാധനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. പേജ് നമ്പർ 139, 139. എല്ലാവരുടെയും ജീവനും പ്രത്യാശയുമാകുന്ന ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, പാപത്തിന്റെ അഗാധത്തിൽ നിന്ന് ഞങ്ങളെ നീ കോരിയെടുക്കണമേ. പാപത്താൽ അശുദ്ധരായ ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. കഷ്ടതകൾ സഹിപ്പാനും അപമാനകരമായ മരണം അനുഭവിപ്പാനും മനസ്സോടെ എഴുന്നള്ളി വന്നവനായ കർത്താവേ, സകല കഷ്ടതകളിൽ നിന്നും നിരാശയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ താഴ്മയും സ്നേഹവും കരുണയും ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ വെണ്മയുള്ള വസ്ത്രങ്ങൾ ധരിച്ചും ദീപേഷ്ടികൾ പ്രകാശിപ്പിച്ചും കൊണ്ട് നിന്നെ എതിരേൽപ്പാ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രതിവാക്യമായി നമുക്ക് ഏറ്റുകൊല്ലാം. തന്റെ ഇഷ്ടത്താൽ നമുക്ക് വേണ്ടി ജഡം ധരിക്കുകയും കഷ്ടത സഹിക്കുകയും ചെയ്ത ദൈവത്തിനെ ധ്യാനിച്ച് നാം കുമ്പിടണം. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുറ്റക്കാരനെ പോലെ ന്യായവിസ്താര സ്ഥലത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ദൈവത്തിനെ ധ്യാനിച്ച് നാം കുമ്പിടണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്നെ കൊല്ലുവാൻ രാജാക്കന്മാരും ന്യായാധിപതിമാരും ഒന്നിച്ച് ചെയ്ത ആലോചന സംബന്ധിച്ച രാജാതിരാജനെ ധ്യാനിച്ച് നാം കുമ്പിടണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാരമേറിയ ക്രൂശിൽ വന്നുകൊണ്ട് ഗാഗുൽത്താമലയിലേക്ക് നടന്ന നമ്മുടെ രക്ഷിതാവായ ദൈവത്തെ ധ്യാനിച്ച് നാം കുമ്പിടണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഹീനമായ ക്രൂശിൽ ദുഃഖപ്പെട്ടവനെ ധ്യാനിച്ച് നാം കുമ്പിടണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനും ഞങ്ങളുടെ ദൈവവും രക്ഷിതാവും ബലഹീന ഞങ്ങളെ സഹായിച്ചവനും ഞങ്ങൾക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിച്ചവനും പ്രാർത്ഥന കൈക്കൊള്ളുന്നവനും ഞങ്ങൾക്ക് വേണ്ടി ദുഃഖത്തോടെ പിതാവിന്റെ മുൻപിൽ മുട്ടുകുത്തിയവനും ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും മാറ്റുവാൻ മരണത്തോളം വേദനപ്പെട്ട് ദുഃഖിച്ചവനും ഞങ്ങളുടെ സന്തോഷങ്ങളുടെ അധിപതിയായ മിശിഹാ തമ്പുരാനെ, ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ശക്തിക്കപ്പുറമായ പരീക്ഷകളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തേണമേ. നിന്റെ കൽപ്പനകൾ ആചരിപ്പാനും തിരുവിഷ്ടം ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കുകയും ചെയ്യണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെ നിരന്തരം കരറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നമുക്ക് വേണ്ടി മരിപ്പാൻ സ്വമനസാ ക്രൂശ വഹിച്ചവനും പുണ്യരക്തം ചിന്തി നമ്മുടെ കടച്ചിട്ട് ചിന്തിക്കളഞ്ഞ സൃഷ്ടാവും പ്രകാശത്തിന്റെ നാഥനുമായ മിശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. തന്റെ വചനം കൊണ്ട് ലോകത്തെയും അതിനുള്ള സകലത്തെയും സൃഷ്ടിച്ച തന്റെ ജ്ഞാനത്താൽ ക്രമപ്പെടുത്തിയ സൃഷ്ടാവായ നിനക്ക് സ്തുതി. നിന്റെ ഏകപുത്രൻ അറുതിയില്ലാത്ത അനുസരണത്താൽ സൃഷ്ടിയെ പുതുക്കി. ആദിപിതാവായ ആദാമിന്റെ കൽപ്പന ലംഘനം ഇല്ലായ്മ ചെയ്തു. നീ ഏകജാതനായ വചനമായിരിക്കുന്ന ദൈവമാകുന്നു എന്നറിഞ്ഞിട്ടും നിനക്ക് വിരോധമായി പ്രതികൂലിച്ചതിനാൽ അവർക്ക് കഷ്ടം. നിർദോഷമായി രക്തം ചിന്തുവാൻ അവർ സന്നദ്ധരാകുകയും രക്ഷിതാവിന്റെ മേൽ കൈവച്ച് കുറ്റം ചുമത്തുകയും ചെയ്തു. അവർ തന്നെ കുരിശ് ചുമപ്പിക്കുകയും ഗാൽഗുത്തായിലേക്ക് നേരെ കൊണ്ടുപോവുകയും കുരിശിന്മേൽ കരേറ്റുകയും ചെയ്തു. മശിഹായുടെ ശിരസിൽ അവർ മുൾക്കിരീടം വെച്ചു. തിരുമുഖത്ത് തുപ്പി അധിക്ഷേപിച്ചു. ചുവപ്പ് കുപ്പായം ധരിപ്പിച്ചു. കുടിപ്പാൻ കാടിയും കയ്പും കൊടുത്തു. തൃക്കരങ്ങളിലും തൃക്കാലുകളിലും ആണിതറക്കുകയും ചെയ്തു. തന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തുകയും ജീവനും മരണവും സൂചിപ്പിക്കുന്ന രക്തവും ജലവും അതിൽ നിന്ന് ഒഴുകുകയും ചെയ്തു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് എന്നിങ്ങനെ താൻ ഉച്ചശബ്ദത്തിൽ പറഞ്ഞു. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, സൂര്യൻ ഇരുണ്ടു, ഈക്കൽപ്പാറകൾ പൊട്ടിച്ചിതറി. ദൈവാലയത്തിലെ തിരശ്ശീല മുടിമുതൽ അടിവരെ കീറി. അഗ്നിമയന്മാർ പരിഭ്രമിക്കുകയും ക്രോമന്മാർ വിറയ്ക്കുകയും തങ്ങളുടെ നാഥൻ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ശ്രാപന്മാർ ചുളുങ്ങുകയും ചെയ്യുന്നു.
തന്റെ സൃഷ്ടാവിന്റെ നഗ്നത കാണാതിരിപ്പാൻ സൂര്യൻ അതിന്റെ രശ്മികൾ മറച്ചു കളഞ്ഞു. നിത്യപ്രകാശം മരത്തിന്മേൽ തൂക്കപ്പെട്ടത് കാണുകയാൽ നട്ടുച്ചയ്ക്ക് അന്ധകാരമുണ്ടായി. ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു, സ്നേഹിതന്മാർ ചിന്തിച്ചിതറുന്നു. ഇടയൻ അടിയേറ്റു, അവന്റെ ആടുകൾ ചിതറിപ്പോയി എന്നുള്ള നിന്റെ പ്രവചനം ഇതാ നിറവേറിയിരിക്കുന്നു. അഗ്നിമയന്മാരെവിടെ? അഗ്നിജ്വാല ധരിച്ചിരിക്കുന്നവർ എവിടെ? മീഖായേലേ, നിന്റെ പൗരുഷം എവിടെ? ദൂതന്മാരുടെ തലവനായ ഗബ്രിയേലേ, നിന്റെ ഉഗ്രത എവിടെ? ശിഷ്യന്മാരെ ഭയപ്പെടേണ്ട, ശക്തി പൂണ്ട് ധൈര്യപ്പെട്ട് ഒന്നിച്ചുകൂടുവീൻ. ഇന്ന് നിങ്ങളുടെ ഗുരു അടിയേൽക്കുന്നു എങ്കിൽ ദീർഘദർശി അവനെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത് പോലെ ഞായറാഴ്ച ജീവിച്ചെഴുന്നേൽക്കും. ശിമയോനെ, നീ എവിടെ പോകുന്നു? യോഹന്നാനെ, നീ എവിടേക്ക് ഓടുന്നു? ബർത്തുൽമായിയെ, നീ എവിടേക്ക് ഓടി ഒളിക്കുന്നു? തോമസേ, നീ എവിടേക്ക് മാറുന്നു? ഫിലിപ്പോസേ, നീ എവിടേക്ക് അകലുന്നു? അന്ത്രയോസേ, നീ എന്തിനു ദുഃഖിക്കുന്നു? യാക്കോബേ, നീ എന്തിനു വിലപിക്കുന്നു? സ്ലീഹന്മാരെ, ചിതറിപ്പോകുവാൻ നിങ്ങൾ ധൃതി കൂട്ടരുതേ. ഇന്ന് നിങ്ങൾ ഓടിപ്പോയാൽ ഞായറാഴ്ച ഒന്നിച്ചുകൂടും. ഇന്ന് ഭയത്താൽ ഒളിക്കുന്നതിനുള്ള ഓട്ടമാണ്, ഞായറാഴ്ച ആനന്ദത്തിനുള്ള കൂട്ടമാണ്. ഇന്ന് ഭയവും വിറയലും അത്രേ, ഞായറാഴ്ച സന്തോഷകരമായ സുവിശേഷം അത്രേ. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിന് വിലാപം, ഞായറാഴ്ച സന്തോഷവും ആനന്ദവും. നിങ്ങളുടെ ഗുരു ശവക്കല്ലറയിൽ നിന്ന് ജീവിച്ച് എഴുന്നേറ്റു എന്ന് കേൾക്കുമ്പോൾ യഹൂദന്മാർ ദുഃഖിച്ചു വിലപിക്കും. ഇത് നിമിത്തം ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷാകരമായ പീഡാനുഭവങ്ങളാൽ ഞങ്ങളെ കഷ്ടതയില്ലാത്തവരും ഉപദ്രവം അനുഭവിക്കാത്തവരുമാക്കി തീർക്കണമേ. പാപ ദുർവികാരങ്ങളിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തണമേ. ദിവ്യശക്തിയാലും കൃപയാലും ഞങ്ങൾ ശത്രുവിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ജയിക്കുവാനാകണമേ. ഓശോ വബുക്കുൽ സുബാലോൽമീ. ഞങ്ങൾക്കായി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായീസോ, മഹത്വത്തിന്റെ രാജാവും മശിഹാ മരിച്ച അത്ഭുത ശ്രീമാ, ഞാൻ ധ്യാനിച്ചിടുമ്പോഴെന്റെ ഈ ലോകലാഭ എല്ലാം നഷ്ടം എന്നു നീച്ചിടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായീസോ, എന്റെ ദൈവമേ, ക്രിസ്തു നാഥാ, നിന്നോട് കുരിശിൽ ഞാൻ ഓർമ്മിടുമോട്ടും പൂകരായി വാഴാൻ ആത്മാവലെനിക്കു കാണിച്ചിടുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായീസോ, എന്നെ അത്യന്തം മോഹിപ്പിച്ചിടും എല്ലാവിധ വസ്തുക്കളും എന്നാദാനി ചോരായാതിൻ വനമാപുണ്യ ഭാഗ്യങ്ങളെ നേടിയിടുവാൻ വെടിഞ്ഞിടുന്നേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായീസോ,
തിരുശീലശീലോ സർവാംഗീലൊഴുകിടോ രക്തത്തെ ചേർന്നു വിളങ്ങിടുന്ന സ്നേഹാഖ്യങ്ങൾ കണ്ടിടുവാൻ അൻപേറും നഗനെ കുമ്പിട്ടിടുവേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രിയേലായേശോ ഇതിനു തുല്യ സ്നേഹാഖ്യങ്ങൾ എങ്ങോ യോജിച്ചു കാണുന്ന മുള്ളുകൾ കൊണ്ടു ഇത്ര ശ്രേഷ്ഠം ആരോരു മുടി ധന്യെങ്ങും കാണാനില്ല പാപീരൂനം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഓട് തന്നെ ചെയ്യണമേ. ക്രിയേസോ ഈ പ്രപഞ്ച ആകെ എന്റെ സമ്പാദ്യമേ ഇരുന്നീടിലും ഈ മഹാകൃപ ഒരു സ്തോത്രം കാഴ്ച നിസാരങ്ങൾ ചൊല്ലിടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രിയേസോ ആശ്ചര്യപൂർണ്ണമാമിൻ ദിവ്യ സ്നേഹത്തിനു പകരമായി എൻ ജീവദേഹ ദേഹികളും സർവസ്വത്തുക്കളും കൂടെ സ്തോത്രപൂർവം അർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ രക്ഷക എന്നായുസേ നാളെല്ലാം നീ ദിവ്യ ശ്രീവ എൻ ധ്യാനവും എൻ ഗാനവും ആയിടുവാൻ നിന്നാത്മാവാൽ കൃപ നീ തന്ന അരുളിടണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്കായ കഷ്ടതകൾ ഏറ്റൊരു ഞങ്ങളെ നീ അനുഗ്രഹിച്ചവൻ പങ്കും നിൻ രാജോഹരിയും നൽകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കരുണാകരനെ ജനത്തെ എത്രയോ നീ സ്നേഹിച്ചു, നിൻ മഹത്വത്തിൽ വരുത്താൻ നീ അവർക്കായി നിന്നെ ഏൽപ്പിച്ചു. താഴ്മയിൽ രൂപം നീ എടുത്തു, മരണത്തോളം താഴ്ത്തി നിന്നെ ക്രൂശിൻ കഷ്ടത നീ സഹിച്ച് നിത്യവർക്കായി നൽകി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മുകളിലയോ ക്രൂശിപ്പാനായി തീർപ്പെഴുതി കുരിശെടുപ്പിച്ചു നടത്തിയവേ കുരിശിൽ തന്നെ കിടത്തുന്നു. കയ്യിലും കാലിലും ആണികളെ തറച്ചിടുന്നവർ ചുറ്റികയാ കുരിശോട് തന്നെ പൊക്കിയവർ ഹേമത്തോടുറപ്പിച്ചവർ
സമർപ്പിക്കുന്നു. തന്നുടെ ഇരുവശങ്ങളിലോരോ കല്ലറ് കൂടെ തൂക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായേസോ വഴിതെറ്റിൽ നിന്നു ധരിപ്പാൻ പാടേറ്റോനെ മശിഹായേ, ജീവൻ ഞങ്ങൾക്കുണ്ടാവാൻ ഞങ്ങളെ പ്രതി മരണത്തിനായി നിന്നെ നൽകിയ ജനകനവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പാരക്ലീതായാം വിശുദ്ധ ആത്മനു സ്തോത്രം എന്നേക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായേസോ നമസ്കാരം കേൾക്കുന്നവരെ, യാചനകൾ നൽകുന്നവരെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായേസോ ന്യായവിസ്താരത്തിൽ തന്നെ ദാസനാൽ പരിഹസിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, പരിഹസിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായേസോ ന്യായവിസ്താരത്തിൽ തന്നെ ദാസനാൽ പരിഹസിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, പരിഹസിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായേസോ ന്യായവിസ്താരത്തിൽ തന്നെ ദാസനാൽ പരിഹസിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, പരിഹസിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായേസോ ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായെ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എല്ലാവർക്കും ദാസ്ഥാനങ്ങളിരിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ പാഠം വായിച്ചു കേൾപ്പിക്കുന്നത്. 3-ാം അധ്യായം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ
വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അതെ ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായ നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു കളഞ്ഞു. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ഇങ്ങനെ 2-ാം പാഠം. ഗായക സംഘം ഒരു പാട്ടിന് 2 ചരണങ്ങൾ ഇപ്പോൾ പാടുന്നതാണ്. നമുക്ക് ചേർന്ന് പാടാം. ആരാധനയ്ക്കായി എല്ലാവർക്കും എഴുന്നേൽക്കാം. പേജ് നമ്പർ 147. നാശലോകത്തെ കണ്ടവൻ സ്വർഗത്തിൽ താതൻ
വിട്ടവൻ മനസ്സോടെ ദാസനോടെ വേഷമെടു ആകൃതിയിൽ മനുഷ്യനായി കുരിശോളം താഴ്ത്തിയവൻ മരണത്തെ ആസ്വദിച്ചു ദൈവകോപത്തിൽ വീണവനാ മാനവനെ ശാപപാത്രമായി തീർന്നവനാ ബാധകനെ വീണ്ടെടുപ്പാൻ രക്തത്തെ ചിന്തിയവൻ ബലിയായി താതനുടെ കോപത്തെ ആറ്റിയവൻ നിലപാക്കി യേശുവേ നിന്റെ സ്നേഹത്തെ ഞാൻ കാണാൻ ക്രൂശോടുകൂടെ വരികാമി എൻ മുന്നിൽ നീ മാത്രം എനിക്കുള്ളോ നീയൊഴികെ സ്നേഹിപ്പാൻ എനിക്കാരോവില്ലകത്ത് സ്നേഹിക്കോ ഞാൻ നിന്നെ എൻ മോചനമോ നീ വാങ്ങി ക്രൂശിനാൽ എൻ ഭാഗ്യമോ നീ നേടി രുതിരത്താൽ വീണ്ടെടുപ്പേ ദാനങ്ങളാ നൽവനങ്ങൾ ചിന്തി നീ മരണത്തെ മുള്ളൊടിച്ചോ പാതാളം ജയിച്ചവൻ നീ ഞാൻ പാടിയിടും ആനന്ദത്തോടിയോ മണ്ണിൽ പിന്നെ പിന്നിലോ നിന്നെ ഞാൻ വാഴ്ത്തിടോ മോദമണി ചേർക്കോ നീ മഹത്വത്തിൽ പൊന്മുടിയോ എൻ ശിരസിൽ വച്ചിടും നീ അന്ത്യത്തിൽ. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും തന്നെ അനുഗ്രഹങ്ങളും കരുണയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി നീക്കുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോ. വന്നവരും വരുവാനിക്കുന്നവരുമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും നീക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാവുന്ന ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പുരുഷാരോഹണത്തിന് മുൻപാകെ സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ച് കൊണ്ടുപോയി നാടുവാഴിയായ പിലാത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ച ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു. അവനാ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത്, ഇത് രക്തവിലക്കാശയായാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ കൂടിയാലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ
കുശവന്റെ നിലനിന്ന് വേണ്ടി കൊടുത്തു എന്ന് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തവന് അന്ന് നിവർത്തി വന്നു. എന്നാൽ യേശു നാടുവാഴിയുടെ മുൻപാകെ നിന്ന്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവർ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പിലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയുകയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു. അന്ന് ബറബാസ് എന്ന ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറബാസിനെയോ ക്രിസ്തുവിനെയോ എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ട് തരണം എന്ന് ചോദിച്ചു. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവർ ഗ്രഹിച്ചിരുന്നു. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളെ അയച്ച്, അനീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ട് തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്ന് അവർ പറഞ്ഞു. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത എന്നവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്നവർ ഏറ്റവും നിലവിളിച്ച പറഞ്ഞു. ആർവാരം അധികമാകുന്നവൻ അല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസിനെ കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുകെ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീനെന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആ സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി. അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം ഇടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് വലം കൈയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശിമോൻ എന്ന പേരുള്ള കുറേനാക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള തലയോട്ടി എന്നും അർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പ് കലക്കി വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചെടിട്ട് അവന്റെ വസ്ത്രം പങ്കെടുത്തു. അവിടെ ഇരുന്ന കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുമെന്ന് അവനെ നിന്നെ തന്നെ രക്ഷിക്ക ദൈവപുത്രനെങ്കിൽ
ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ച്, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവൻ ഇവനിൽ പ്രസാദിക്കുമെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും തന്റെ അനുഗ്രഹങ്ങളും കരുണയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം ധ്യാനപൂർവ്വം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവുമേ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സത്യത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധമറിയാം നിർദ്ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനും അവസാനമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഒരുവാനിക്കുന്നവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബ്യന്മാരും ശ്രീയാമാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവൻ വിശുദ്ധിയുള്ള റുഹായിലും കാതോലികവും അപ്പോസ്തോലികവുമായ ഏകവിശുദ്ധയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർന്നേൽപ്പിനും ഒരുപാട് ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. Barigmor Stoven Galos. എല്ലാവർക്കും ദാസ്ഥാനങ്ങളിൽ ഇരിക്കാം. തുടർന്നൊരു പാട്ട് പാടുന്നതും സ്തോത്ര കാഴ്ച സമർപ്പിക്കുന്നതിനുള്ള അവസരമാണ്. മുൻപോട്ട് വന്ന് സ്തോത്ര കാഴ്ച സമർപ്പിക്കണം. വലതുവശത്ത് വെച്ചിരിക്കുന്ന സെൽഫ് ഡിനയലിന്റെ ബാസ്ക്കറ്റിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഉപോഷണവാരമായി കാലയളവിൽ നമ്മൾ വേർതിരിച്ചിരിക്കുന്ന തുക, സെൽഫ് ഡിനയലിന്റെ തുക അതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇപ്പുറത്തിരിക്കുന്ന ബാസ്ക്കറ്റിൽ സ്തോത്ര കാഴ്ച. ഈ ദിവസങ്ങളിൽ ഭക്ഷണമൊക്കെ ഉപവസിച്ച് വേർതിരിച്ചിരിക്കുന്ന തുക ആ ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇന്നത്തെ സ്തോത്ര കാഴ്ച അങ്കോല ആശ്രമത്തിലെ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് വേണ്ടിയാണ് ഇത് വിനിയോഗിക്കുന്നത്. അവർ വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് സ്തോത്ര കാഴ്ച, സെൽഫ് ഡിനയൽ, ഉപവസിച്ച് വേർതിരിക്കുന്ന തുക സമർപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയോടെ പങ്കെടുക്കുകയും ചെയ്യും. റഷീസ സെപ്പറേറ്റ് ആയിട്ട് നൽകേണ്ടതാണ്. റഷീസ ഇതിന്റെ കൂടെ ഇടരുത്. പ്രാർത്ഥനാഭാഗത്തിന് പ്രതിപുരുഷന്മാരുടെ പക്കലോ ട്രസ്റ്റിമാരുടെ പക്കലോ അത് ഏൽപ്പിക്കുന്നു. Emmanuel,
യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കട്ടെ. നമ്മുടെ ഈ കോവിഡ് കാലയളവിൽ നമ്മുടെ ആരാധന ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുമ്പോൾ അതിൽ വളരെ ശ്രദ്ധയോടുകൂടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സംബന്ധിക്കുന്ന നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹവും സന്തോഷവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു പതിവനുസരിച്ച് 3 ഭാഗം ശുശ്രൂഷകളിലും പങ്കെടുക്കുന്ന ഒരു പതിവാണല്ലോ ഉള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ആരാധന ക്രമീകരിക്കേണ്ടതുകൊണ്ടും നമുക്ക് 3 സമയത്ത് 3 വ്യത്യസ്ത ആരാധനകൾ നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ടും നമുക്ക് ഒരു നീണ്ട സർവീസാണ്, 3 ഭാഗങ്ങളുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ഭാഗത്ത് 50 പേർക്കും, 2ാം ഭാഗത്ത് 50 പേർക്കും, 3ാം ഭാഗം ശുശ്രൂഷയിൽ 50 പേർക്കും പങ്കെടുക്കത്തക്ക രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള ശുശ്രൂഷ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സൂം ഉപയോഗിച്ചുകൊണ്ട് അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന ആളുകൾ വളരെ വേഗത്തിൽ ഭവനത്തിൽ പോയി 3ാമത്തെ ഭാഗം ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരണം. ഈ ആരാധന കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ താഴെ പള്ളിയിലോ പള്ളി പരിസരത്തോ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുവാനോ അല്ലെങ്കിൽ സമയം ചെലവഴിക്കാനോ പ്രത്യേകം സമയം കണ്ടെത്തരുത് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഇനി ആളുകൾക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. 50 പേർക്ക് മാത്രമാണ് ആരാധനയിൽ സംബന്ധിക്കുവാനുള്ള അവസരമുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഷിനോയ് തോമസ് നമ്മുടെ ആരാധനയിൽ പങ്കെടുത്ത് നേതൃത്വം നൽകുന്നു. ഷിനോയ് തോമസ് ഇപ്പോൾ 2ാം ഭാഗം ശുശ്രൂഷയോടനുബന്ധിച്ചിട്ടുള്ള വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. അച്ഛനെ ഞാൻ സാദരം അതിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനമുള്ള സുനിലച്ചൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനം ആദ്യം ഞാൻ അറിയിക്കട്ടെ. പ്രകാരം നിങ്ങളോടൊപ്പം ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു ആക്സിഡന്റിന് ശേഷം അതിനെ തുടർന്നുള്ള ചില പ്രയാസങ്ങൾക്ക് ശേഷം നിങ്ങളോടൊപ്പം ഈ ആരാധനയിലും അതുപോലെ തന്നെ മറ്റ് ആരാധനകളിലും ഒക്കെ സംബന്ധിക്കുവാൻ ദൈവം സഹായിക്കുന്നു, അതിനുള്ള ബലം നൽകുന്നു. പ്രത്യേകിച്ച് ഒരു സാക്ഷ്യമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ദിവസം നിങ്ങളുടെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ അല്ലെ ആരാധനയിൽ സംബന്ധിക്കുവാൻ നൽകുന്നത് ദൈവത്തിന്റെ കൃപ മാത്രം എന്ന് ഞാൻ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇടവകയില് പലരും ഞാൻ വീണു എന്ന് കേട്ടപ്പം തന്നെയുള്ള പലരും വന്ന് സഹായിക്കുകയും പ്രത്യേകിച്ച് ഇവിടുത്തെ യൂത്ത്സ് പലരും വന്ന് സഹായിക്കുകയും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു നേരവും പോലും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള അമ്പാടിയിൽ പലരും അതുപോലെ തന്നെ മറ്റ് പള്ളിയിലുള്ള പലരും ഭക്ഷണം തന്ന് സഹായിക്കുകയും എന്നെ കരുതുകയും ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ശുശ്രൂഷിക്കുകയും ചെയ്തതിനായി നിങ്ങളോടുള്ള നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിക്കട്ടെ. പലപ്പോഴും എൻ്റെ അമ്മ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പ്രസവിച്ചു എന്നുള്ളതേ ഉള്ളൂ, എന്നാൽ കുറച്ച് നാൾ മാത്രമേ ഞാൻ അമ്മയായിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ പല അമ്മമാരുടെ മകനായിട്ട് ജീവിക്കുവാനാണ് അച്ഛനെ ഇപ്പോൾ വസായിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പല അമ്മമാരുടെയും സ്നേഹവും അവരുടെ കരുതലും അവരുടെ വാത്സല്യവും അനുഭവിക്കുവാൻ ഇടയായതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതിനായി നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യം തന്നെ എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമുക്ക് ഈ 2ാം ഭാഗം ശുശ്രൂഷയിൽ
കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ട ഏവൻഗേലിയൻ ഭാഗം. ആ ഭാഗത്തിൽ നിന്ന് അതിൻ്റെ 21-ാമത്തെ വാക്യം, ഈ ഇരുവരിൽ ഏവരെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് ബറബാസിനെ എന്ന് അവർ പറഞ്ഞു. 22-ാമത്തെ വാക്യം, പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. 23-ാമത്തെ വാക്യത്തിൽ, അവൻ ചെയ്ത ദോഷം എന്തെന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ദിനം തോറും വഴി നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ കർത്താവെ, അങ്ങയുടെ വലിയ പീഡാനുഭവത്തെയും അങ്ങയുടെ വലിയ ക്രൂശിന്റെ മരണത്തെയും ഓർക്കുന്ന ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ, ആ ഓർമ്മയെ പുതുക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ഒരു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയിൽ ഞങ്ങൾ ഓരോ ദിവസവും കർത്താവെ തിരുസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തൻ്റെ ജീവനെ യാഗമായി തീർത്തവനായ കർത്താവെ, നിന്നെ എപ്പോഴും സ്തുതിക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമയം കർത്താവെ തിരുസന്നിധിയിൽ ഞങ്ങൾ വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നു. ഈ വചന ധ്യാനം ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തിലുള്ള ആരാധനയിൽ നമുക്ക് പലർക്കും, പ്രത്യേകിച്ച് അച്ഛന്മാർക്കും കൊയർകാർക്കും, ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഓരോ പാട്ടുകളും അല്ലെ ഓരോ അതിൻ്റെതായ ട്യൂണും അത് പലപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നതും പലപ്പോഴും നമ്മളെ ചില സമയത്തൊക്കെ നമ്മളെ പിടിച്ച് ഒന്ന് ഒലയ്ക്കുന്നതുമായ, നമ്മൾ ഇനിയും പാട്ട് പഠിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധന. പ്രത്യേകിച്ച് നമ്മൾ ഈ പാട്ടുകളിൽ ചില ഭാഗത്തിൽ നമ്മൾ നമ്മുടേതായ സ്ലെയർ കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം കൈവിട്ടു പോകും, അല്ലെ? പിന്നെ ആരും പിടിച്ചാൽ ഇത് കിട്ടാവുന്ന സാധനമല്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ ദുഃഖവെള്ളിയാഴ്ച ആരാധനയിൽ ഈ ശബ്ദമാണ് ഏറ്റവും വിലയേറിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഈ പാട്ടുകളിൽ നമ്മൾ പാടുമ്പോൾ അതിൻ്റെ ദൈവികമായ ചില കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് ഈ പാട്ടുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനയിൽ ഉപയോഗിക്കുന്ന ഈ ഓരോ പാട്ടുകളും അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെതായ ചില മീറ്റേഴ്സ് അല്ലെ ചില മെഷർമെന്റ്, ചില താളത്തിന് അനുസരിച്ചാണ് പാട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ അർത്ഥമേറിയവും വേദപുസ്തകം വായിക്കുന്നതിനെക്കാട്ടിലും അല്ലെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച് ഒരു പ്രസംഗം കേൾക്കുന്നതിനെക്കാട്ടിലും കൂടുതലായി ഈ പാട്ടുകൾ ശ്രവിക്കുമ്പോൾ അതിൻ്റെ അന്തസത്തയും അതിൻ്റെ ഗാഢമായ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ ഈ പാട്ടുകളിൽ കൂടി നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അച്ഛന്മാർക്കും പള്ളിയിലുള്ള എല്ലാവർക്കും ഈ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്, അല്ലേ? നമ്മൾ പാടി എങ്ങനെയും ഒപ്പിച്ച് തീർക്കണം എന്നുള്ളതല്ല, എന്നാൽ ഇത് എപ്രകാരം നമ്മുടെ മനസ്സിന് ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം. അതുകൊണ്ട് പലപ്പോഴും ശബ്ദത്തെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ചില നിലവിളികൾ, ചില ശബ്ദങ്ങൾ ഇവിടെ നമ്മൾ വായിച്ച ഈ ഭാഗത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പീലാത്തോസ് ജനങ്ങളോടും അല്ലെ അവിടെ ആയിരുന്ന എല്ലാ ആളുകളോടും ചോദിക്കുന്നുണ്ട്, ആരെ വിട്ട് അയച്ചു തരണം. അപ്പോൾ അവര് പറയുന്ന ഉത്തരം നിങ്ങൾക്ക് ഇവിടെ വായിച്ചു കേട്ട് കഴിഞ്ഞു, ബറബാസിനെ അയക്കണം. എങ്ങനെയാണ് ഈ ഒരു തലത്തിൽ ഈ പുരുഷാരം മാറുന്നത്? ഹൗ ഡസ് ദിസ് ട്രാൻസ്ഫോർമേഷൻ came into this group of people?
അതിപ്പോ അച്ഛൻ ആദ്യം പ്രസംഗിച്ച സമയത്ത് പറഞ്ഞതുപോലെ 21-ാമത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവരെ അവിടുത്തെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും they are trying to influence them. അപ്പോൾ ചില ഇൻഫ്ലുവൻസ് കാരണമാണ് ചില നിലവിളികൾ ഇവിടെ ഉയരുന്നത്. So here the voices of praises has turned into voices of death or voices of hatred. ചില മഹത്വത്തിന്റെയും ചില പുകഴ്ചയുടെയും ശബ്ദങ്ങൾ ഈ സമയത്ത് അത് കൊലവിളികളായി അല്ലെ ചില വിദ്വേഷങ്ങളായി ഇവിടെ തീരുന്നതായി നമ്മൾ കാണും. So our voices can be diluted or our voices can be transformed from praises to hatred. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ കൊറോണ വൈറസ് ബാധിച്ചപ്പോൾ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും 2020 നമ്മൾ വരവേറ്റ ആ ഒരു സന്തോഷ ആഹ്ലാദത്തിന്റെ ആ ശബ്ദത്തിൽ നിന്ന് നിലവിളിയുടെ ശബ്ദമായി തീരുന്ന ചില നിമിഷങ്ങളായി ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ കണ്ടു. So it is the circumstances, it is the influence that makes the voices of praises get transformed into voices of hatred. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിത അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മളെ ഇന്ന് പുകഴ്ത്തി പറയുന്നവൻ നാളെ നമ്മളെ തള്ളിപ്പറയുവാൻ കുറച്ച് സമയം മാത്രം മതി. അതിന് ഇൻഫ്ലുവൻഷ്യലായി തീരുന്ന ചില ഘടകങ്ങൾ അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ചില ഘടകങ്ങളാണ് മറ്റുള്ളവരോട് നമുക്ക് വിദ്വേഷം പുലർത്തുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തു ഒരിക്കലും ഈ ജനതയ്ക്ക് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, തിന്മ പ്രവർത്തിച്ചിട്ടില്ല. ബട്ട് വൈ ദിസ് പീപ്പിൾ ഹാവ് ടേൺഡ് അഗെയിൻസ്റ്റ് ഹിം? എന്തുകൊണ്ടാണ് ഈ പുരുഷാരം ദൈവത്തിന് എതിരായി തിരിഞ്ഞിരിക്കുന്നത്? ബിക്കോസ് God, Jesus Christ was very evidently disciplined in his spiritual life. ജീവിതത്തിന്റെ ആത്മീക ജീവിതത്തിൽ താൻ വലിയ ഡിസിപ്ലിനോടെ മുൻപോട്ട് കടന്നത് കൊണ്ടാണ്, ചില വെല്ലുവിളികൾ താൻ നടത്തിയത് കൊണ്ടാണ് ഈ പുരുഷാരം ഇന്ന് തിരിഞ്ഞ് വെട്ടുന്നതായി നമ്മൾ കാണുന്നു. പലപ്പോഴും ചിലരൊക്കെ ചില സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മൾക്ക് എതിരെ തിരിയുമ്പോൾ നമ്മൾ പറയും, ഈ പാമ്പിനാണല്ലോ ദൈവമേ എന്താ കൊടുത്തത്? പാല് കൊടുത്തത്. നമ്മൾ പാമ്പിന് പാല് കൊടുത്തിട്ടൊന്നുമല്ല, എന്നാൽ നമ്മൾ അങ്ങ് ഉപയോഗിക്കുവാണ്. ഈ പാമ്പിനാണല്ലോ കർത്താവെ ഞാൻ ഈ നാൾ വരെയും പാല് കൊടുത്തത്. സംടൈംസ് the people who we trust, അവർ ചിലപ്പോഴൊക്കെ തിരിയുവാൻ സാധ്യതയുണ്ട്. ബട്ട് ക്രൈസ്റ്റ് is a person who is trustworthy, who can be trusted more and more deeply. എത്ര വിശ്വസിച്ചാലും, എത്ര നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചെന്ന് പറഞ്ഞാൽ പോലും God will never change. God's character never changes. അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ, കർത്താവിന് വേണ്ടിയിട്ട് കൊലവിളി നടത്തുന്ന ഈ പുരുഷാരത്തെ നോക്കി കർത്താവ് ശപിക്കുകയല്ല, എന്നാൽ മൗനമായി താൻ അവിടെ നിൽക്കുകയാണ്. The Creator is awaiting the punishment by the creation. സൃഷ്ടാവിന് വിധിച്ച കൊലയുടെ ഒരു പെനാൽറ്റി ഡെത്ത് പെനാൽറ്റിയാണ് തൻ്റെ സൃഷ്ടി തനിക്ക് വിധിച്ചിരിക്കുന്നത്. The Creator has been penalized with death penalty by the creation. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില വാക്ക് തർക്കങ്ങൾ, ചില ഭിന്നതകൾ, ചില വിദ്വേഷങ്ങൾ എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ ഉയർന്നു വന്നതായി നമ്മൾ കാണുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് പോലും ചിലപ്പോഴൊക്കെ അറിയാൻ സാധ്യതയില്ല.
ബട്ട് ഇവിടെ കർത്താവ് അവിടെ മൗനമായി ഇരിക്കുകയാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ സാധാരണ പറയുന്ന പോലെ ഈ സിംഹത്തിന്റെ വായിൽ കൈ കൊണ്ടുവച്ചാൽ ദാറ്റ് ഇസ് ഓബ്വിയസ്, സിംഹം എന്ത് ചെയ്യും? കടിക്കും, അല്ലേ? കടിക്കാത്ത സിംഹങ്ങൾ ഇല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും സിംഹങ്ങളാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് കുത്തി നോവിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ എന്തോ വരുന്നത്? തനി സ്വഭാവം വെളിപ്പെടുന്നത്. നമ്മുടെ റിയൽ ബീയിങ് വെളിവരുന്നത് നമ്മളെ ആരെങ്കിലും നോവിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ ഞാൻ പോലും, അല്ലേ, നിങ്ങളെ മാത്രമല്ല, ഞാൻ പോലും നിന്നെ ആരെങ്കിലും ഒന്ന് നോവിച്ചാൽ, വേദനിപ്പിച്ചാൽ, അല്ലെ, ഒരു കാള വന്ന് ഇടിച്ചതാണ്. എൻ്റെ ആക്സിഡന്റ് കാരണം ഒരു കാള വന്ന് ഇടിച്ചതാണ്. ആ കാളയെ പ്രാകാൻ പറ്റുന്ന മാക്സിമം ഞാൻ പ്രാഗി കഴിഞ്ഞു. അതിന് എന്തോ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ല, അല്ലേ? നമുക്ക് എത്രമാത്രം അവനെ നശിക്കുന്നത് കാണുവാൻ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ക്രോധത്തോടും വിദ്വേഷത്തോടും നമ്മൾ ഇങ്ങനെ ജാഗരിച്ചിരിക്കുകയാണ്. ബട്ട് ക്രൈസ്റ്റ് അവന്റെ ക്രൂശിന്റെ ആ അവസ്ഥയിൽ പോലും he's not trying to hate anyone. He's not trying to betray anyone. എന്നെ വിശ്വസിക്കുന്നവനെ ഒരിക്കലും ഞാൻ പറയില്ല എന്ന് ശിഷ്യന്മാര് കൂടെ നിന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അവര് കൂടെ നിന്ന് അവര് കാല് വലിച്ചവന്മാരാണ്, അല്ലേ? പലപ്പോഴും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലും ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ കാണും, നമ്മുടെ പഠന മേഖലയിൽ കാണും, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റും കാണും. ബട്ട് ഗോഡ് ഈസ് നോട്ട് so hateful. ദൈവം ഒരിക്കലും സ്നേഹിക്കാനല്ലാതെ വിദ്വേഷിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുന്നില്ല. നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് ഉള്ള ആ നിയമം പറയുവാനുള്ള ആഗ്രഹം പോലും തന്നെ അവിടുന്നാണ്, ആ ഒരു ആഗ്രഹം അവിടുന്നാണ് ഉളവെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ വിദ്വേഷിക്കുമ്പോൾ, നമ്മുടെ ബന്ധുക്കളെ നമ്മൾ വിദ്വേഷിക്കുമ്പോൾ, നമ്മുടെ ചാർച്ചക്കാരെ നമ്മൾ വിദ്വേഷിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ വിദ്വേഷിക്കുമ്പോൾ, God is trying to say that don't hate anyone. Even though you are in deepest trouble, don't hate anyone. ജീവിതത്തിൽ പ്രയാസം വരും. ഈ പ്രയാസങ്ങൾ നമുക്ക് വേണ്ടി മറ്റുള്ളവരായിരിക്കും കൊണ്ടു തരുന്നത്, അല്ലേ? നമ്മളായിട്ട് ചെന്ന് എടുക്കുന്നതല്ലായിരിക്കാം. Maybe someone is trying to give us bad times. But wait for God. Wait for the providence of God. ദൈവത്തിന്റെ നടത്തിപ്പിന് വേണ്ടി നമ്മൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കാനാണ് ദൈവം നമ്മളെ ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് കള്ളന്മാരുടെ ഇടയിൽ ക്രൂശിക്കപ്പെടുമ്പോൾ പോലും ക്രൈസ്റ്റ് is not so depressed. Christ is not so depressed. ഇന്ന് നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തുവാണ്? നമുക്ക് ഭയങ്കര ഡിപ്രഷനും ആങ്സൈറ്റിയും, അല്ലേ? പിന്നെ അതിനുള്ള ഗുളിക കഴിച്ച് നമ്മൾ ബിപിയും പ്രഷറും എല്ലാം കൂട്ടും. എന്നാൽ ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പേഷ്യന്റ്ലി വെയിറ്റ് ഫോർ ഗോഡ്സ് പ്രൊവിഡൻസ്. മേ ബി ദാറ്റ് സിറ്റുവേഷൻ മേ നോട്ട് ചേഞ്ച്. ആ അവസ്ഥ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുകയില്ലായിരിക്കാം, ആ പ്രയാസം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുകയില്ലായിരിക്കാം. എന്നാൽ ദൈവം നിങ്ങളെ നടത്തും എന്നുള്ള വലിയ വിശ്വാസം, അതാണ് മുറുകെ പിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചില എക്സ്റ്റസിയിൽ കയറി പോകുവാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും, അല്ലെ? ഇപ്പോൾ ഈസ്റ്റർ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. എന്തുവാണെന്ന് നിങ്ങൾക്കറിയാം. ഈസ്റ്റർ ആകുമ്പോൾ നമ്മൾ പല വെറൈറ്റിയിലുള്ള കുപ്പികൾ പൊട്ടിക്കാൻ നമ്മൾ ഇഴിക്കുവാണ്. നമ്മളെ ചില എക്സ്റ്റസി വേൾഡിലോട്ട് കയറി പോകുവാൻ നമ്മളെ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസം മാറിപ്പോകുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിൽ ആ അവസ്ഥയിലും കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. അവിടെയാണ് കർത്താവിനെ നടത്തിപ്പ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് we are not worshipping a God who just fakes with his words.
ഒരു ഫേക്ക് ഗോഡിനെ അല്ല നമ്മൾ ഇവിടെ ആരാധിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും. He is not a God who is just a fake person or a fraud. He died on the cross with his words very clear to us. ഞാൻ മരിക്കുമെങ്കിലും ഞാൻ ജീവിക്കും. With his death, he is giving us new life. മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു വീണ്ടെടുപ്പ് നൽകി നിത്യജീവനിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ക്രൂശിന്റെ അനുഭവത്തിലാണ് നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുന്നത്. സോ മലയാളത്തിൽ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമെങ്കിലും ഇറ്റ് ഈസ് ഗുഡ് ഫ്രൈഡേ ഇൻ ഇംഗ്ലീഷ്. ഈ നല്ല വെള്ളിയാഴ്ച എന്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡെലിവറൻസ് ഫ്രം ഡെത്ത്. മരണത്തിന്റെ ഈ വലിയ പിടിയിൽ നിന്നുള്ള വലിയ വിടുതൽ, വലിയ ലിബറേഷൻ ആണ് the death or the sacrifice of Christ on the crucified or on the cross. അതുകൊണ്ട് ക്രൂശിതനായിരിക്കുന്ന കർത്താവിന്റെ ആ യാഗം നമ്മുടെ ജീവന് അത് പകരമാക്കപ്പെടുവാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മരണത്തിന്റെ വക്ക് വരെയും നമ്മൾ എത്തിയാലും God is saying that I'm not going to leave you alone. നിങ്ങളെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറയുന്നതിന്റെ ആ അർത്ഥം അവിടെ പൂർണ്ണമാക്കപ്പെടുവാണ്. I believe it is more relevant to me when I had an accident. എന്ത് വേണേലും പറ്റുമായിരുന്നു അല്ലേ? 60-50 സ്പീഡിൽ പോകുന്ന വിത്തൗട്ട് ബ്രേക്ക് അപ്ലൈയിങ് ഒരു കാള വന്ന് ഇടിക്കുമ്പോൾ റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ തെറിച്ച് നിരങ്ങി പോകുമ്പോൾ anything could have happened. But God is keeping us so safe in his hands. Though his hands are pierced with the nails, but still he is a God who extends his hand to help you. നിങ്ങളെ സഹായിക്കാൻ കർത്താവ് ആ മുറിവുള്ള കരം നീട്ടി നിങ്ങളെ പിടിച്ച് ഉയർത്തുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്റെ മരണത്തിൽ ദുഃഖിക്കാതെ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനത്തോട് കർത്താവ് അവിടെ നമ്മളെ ഇവിടെ വെല്ലുവിളിക്കുവാണ്. Maybe people would be hurling many things about you. നിങ്ങളെക്കുറിച്ച് പലതും ആളുകൾ പറയുമായിരിക്കാം, നിങ്ങളെക്കുറിച്ച് പല കുറ്റങ്ങൾ പറയുമായിരിക്കാം. ബട്ട് God knows us well. ദൈവം നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിൽ ഈ നിലവിളികളെ മാറ്റിമറിക്കുന്നതായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം. ബട്ട് God is transforming the voices that had hurled against him into praises in the later part. ഉടനെയല്ല, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇതേ ആളുകൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവര് തിരിച്ചറിയാതെ പോയ ദൈവത്തെ അവര് മഹത്വപ്പെടുത്തുന്നതായ നമ്മൾ ആ ഭാഗം നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അവസ്ഥകളിൽ ചില മാറ്റങ്ങൾ വരുമായിരിക്കാം. ഇപ്പോൾ നമ്മൾ ആകുന്ന ഈ ഒരു അവസ്ഥ അല്ലെ, ഇന്നലെ കഴിഞ്ഞ ബിനുച്ചാന്റെ കൂടെ ഞാൻ ഇന്നലെ യാത്ര ചെയ്ത സമയത്ത് അച്ചായനോട് പറഞ്ഞ്, അച്ഛാ ഇപ്പോൾ സ്ഥിരമായി ഇനിയും മാസ്ക് നമ്മുടെ ഒരു ബേസിക് ഒരു ഉടുപ്പിടുന്നത് പോലെ തന്നെ നമ്മൾ മാസ്കും എപ്പോഴും ധരിച്ചിരിക്കേണ്ട ആയ ഒരു അവസ്ഥ വരുവാണ്. സോ ഐ തിങ്ക് God has kept you safe. നമ്മൾ മരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ പോലും ഒരു മാസ്ക് കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നവനായ കർത്താവുണ്ട്. God is giving you exceptions. God is giving you one more chance to live as his disciples. അവന്റെ ശിഷ്യന്മാരായി അവന്റെ വലിയ ടെസ്റ്റിമോണിയൽ ലൈഫ് നയിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തിൽ ചില നിലവിളികൾ, ചില മുറവിളികൾ ഇവിടെ മാറുമ്പോൾ കർത്താവ് അവിടെ പതറിപ്പോകുന്നില്ല. God is not befuddled by these things. He is trying to stand very obedient to the will of God. അവിടെയാണ് കർത്താവ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനി എന്ന് എന്ത് അർത്ഥമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. We should be submitting our life to the will of God. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് കർത്താവെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം
11 വാക്യം എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. ബിക്കോസ് ഗോഡ് ഇസ് സോ ഗുഡ് ദാറ്റ് ഹി ഡസന്റ് ഡു എനിത്തിങ് ഫോർ ദി ഹാം ഓഫ് us ബട്ട് ഓൾവേസ് ഫോർ ദ വെൽനെസ്. നമ്മുടെ നന്മയ്ക്ക് മാത്രം എപ്പോഴും ചിന്തിക്കുന്നതായ ദൈവം. ഇന്ന് നമ്മൾ പോലും നമ്മുടെ മാതാപിതാക്കളെ ഇന്ന് എത്ര പേര് കരുതുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കരുതുന്നവർ നല്ല കാര്യം. ഇന്ന് തന്റെ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ എത്ര പേരുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇഫ് യു ആർ ഡൂയിങ് സോ, റിഫ്രെയിൻ ഫ്രം ദാറ്റ്. ഇന്ന് ജീവിതത്തിൽ നിങ്ങൾ വേണ്ടാത്ത പ്രയത്നങ്ങൾ നടത്തുമ്പോൾ, വേണ്ടാത്ത ദുശീലങ്ങൾ നിങ്ങൾ പുലർത്തുമ്പോൾ, God is trying to recall and trying to make you remember that he died for you. He died for you and me. നമുക്ക് വേണ്ടി മരിച്ചവനായ കർത്താവാണ്. അതുകൊണ്ട് അവന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ ആ വിശുദ്ധിയോട് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഒരു ആടിന്റെ സമമായി, അല്ലെ ഒരു യാഗവസ്തുവിന്റെ സമമായി ഇവിടെ കർത്താവ് നിൽക്കുമ്പോൾ, നമ്മൾ കുർബാനയെ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് ഒരു യാഗമായാണ്. ആ യാഗത്തിന്റെ ഭാഗമായി തീരുവാനാണ് നമ്മൾ ഓരോ കുർബാനയിലും നമ്മൾ ഇവിടെ മുട്ടുകുത്തി അപ്പവും വീഞ്ഞും നമ്മൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച ഒരു നല്ല വെള്ളിയാഴ്ച എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ, ചില വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പോലും, ചില ദുഃഖ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ പോലും നല്ല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ള വലിയ പ്രത്യാശയാണ് കർത്താവ് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എവറി വീൽ ഹാസ് ഇറ്റ്സ് ടോപ്പ് ആൻഡ് ദ ബോട്ടം. എന്നാൽ ഒരു വണ്ടി ഓടണമെങ്കിൽ ദ വീൽ ഹാസ് ടു എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു റൊട്ടേറ്റ്. ടോപ്പ് എപ്പോഴും ടോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി മുൻപോട്ട് പോവുകയില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും വരുമായിരിക്കാം. എന്നാൽ ആ ഉയർച്ചയിലും താഴ്ചയിലും ദൈവത്തിൽ ആശ്രയിക്കുവാനാണ് കർത്താവ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ കുറവിനെ ഓർത്ത് ദുഃഖിച്ച് നമ്മൾ ഇരിക്കാതെ കർത്താവ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിനക്കുള്ള നിത്യജീവൻ ഞാൻ ഒരുക്കിയിരിക്കുന്നു. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നിനക്കായി ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നിന്റെ ജീവന് വേണ്ടി ഞാൻ എന്നെ തന്നെ യാഗമായി അർപ്പിക്കുന്നു. അതുകൊണ്ട് ആ അർപ്പണമായി തീർന്ന ആ കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ പൂർണ്ണമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. തുടർന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരമാണ്. നമ്മുടെ ഇടയിലുള്ള രോഗികളെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ഓർക്കാം. നമ്മുടെ ഇടയിൽ പലരും കോവിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നുണ്ട്. ആശുപത്രിയിലായിരിക്കുന്ന തങ്കമ്മ മാത്യു ആൻറ്റി വസായി ഈസ്റ്റ്, മറ്റു പലരും കോവിഡിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട വേറെ മറ്റു ചിലരുണ്ട്. മിസസ് ആൻഡ് മിസ്റ്റർ ദിനേഷ് സാവന്ത്, മിതാൻഷു. ദിനേഷ് സാവന്ത് കോവിഡ് ബാധിച്ച് ICUവിലാണ്. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും തിരിച്ചറിയുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്നത് ഞങ്ങളുടെ സങ്കടങ്ങൾ ഒപ്പുന്നതിന് വേണ്ടിയാണല്ലോ. ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക്, ഞങ്ങളുടെ നിലവിളികൾക്ക്, വേദനകൾക്ക് പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയാണല്ലോ. ഞങ്ങളെ ഒരു പക്ഷേ ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ലോകം അറിഞ്ഞില്ലെങ്കിലും വേണ്ടപ്പെട്ടവരറിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും അറിയുന്ന കർത്താവ് ഞങ്ങളോടുകൂടെ ഉള്ളതിനായി സ്തോത്രം. ലോകം ആക്രോശിക്കുകയും മറ്റു പലതിൻ്റെയും പിന്നാലെ അലറി വിളിക്കുകയും ചെയ്യുമ്പോൾ, നീതിമാന്റെ രക്തത്തിന് വേണ്ടി പോലും ലോകം നിലവിളിക്കുമ്പോൾ, മറുവശത്ത് നീതി മൂലം വേദനപ്പെടുന്നവരും സങ്കടപ്പെടുന്നവരും നിലവിളിക്കുന്നവരും ഉണ്ട്
എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സഹായിക്കണം. കർത്താവേ, അങ്ങയുടെ കുരിശിലൂടെ, ക്രൂശാരോഹണത്തിലൂടെ, അങ്ങ് പരമയാഗമായി മാറിയതിലൂടെ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകിയത് കൊണ്ട് സ്തോത്രം. രക്ഷ ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പകർന്നു നൽകുന്ന സമാധാനത്തിനായി, ശാന്തിക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ ആരാധനയിൽ ഞങ്ങൾക്ക് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ കുമ്പിട്ട് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് വീണ്ടും അപേക്ഷിപ്പാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ റിച്വലിസത്തിന്റെ ഭാഗമായിട്ടല്ല, അതിനപ്പുറമായി അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ വന്നിച്ചുകൊണ്ട് കരുണയ്ക്കായി യാചിക്കുന്ന ഒന്നായി ഞങ്ങളുടെ കുമ്പിടിലിനെ, ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് പരിഗണിക്കണമേ. കർത്താവെ, രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ചിലരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണല്ലോ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബലഹീനതകൾ കണക്കിടാതെ ഞങ്ങളുടെ ഈ ബലഹീന വിശ്വാസത്തെ അവിടുന്ന് പരിഗണിച്ച് ഞങ്ങളുടെ ഇടയിലെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവർക്കും ഒക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ. ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ തൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഈ കോവിഡിന്റെ മഹാമാരിയിൽ നിന്ന് ലോകത്തെ വീണ്ടെടുക്കണമേ. അവിടുത്തെ ആണിപ്പിടുന്ന കരം ഈ ലോകത്തിന്റെ മേൽ നീട്ടണമേ. ജനത്തിന് സമാധാനവും ശാന്തിയും ദൈവകൃപയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഇടവകയോട് കരുണ കാണിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ ദുഃഖവെള്ളിയാഴ്ച സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളിലെ കൊടുത്ത് കൃപധാരണമായി വ്യാപരിക്കണമേ. ഇത് ഏതെല്ലാം ലക്ഷ്യത്തോടുകൂടെ ഇത് സമർപ്പിച്ചിരിക്കുന്നുവോ ആ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ തൊക്കെ സഹായിക്കണമേ. ഞങ്ങളുടെ കരങ്ങളിൽ തുടർന്നും നൽകി ദൈവനാമത്തിന് കൊടുക്കുവാൻ തൊക്കെ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വീണ്ടും എഴുന്നേൽക്കാം. സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയായ പിശാചുകൾക്ക് ഭയങ്കരവും മാലാകമാർക്ക് ബഹുമാന്യവും ആയ ദൈവപുത്രന്റെ ധന്യമായ ശ്ലീബ രാപകൾ നമ്മെ കാത്ത് മറച്ചുകൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും പിശാചുകളുടെ അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവകരമായ അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത യജമാന്മാരുടെ കയ്യിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും സാത്താന്റെ കണികളിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ക്ലേശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിന്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ആയുഷ്കാലം മുഴുവനും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി വന്ന സംചരണങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപായി കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ശാന്തമായ ഭവനങ്ങളിലേക്ക് പോകാവുന്നതാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ താഴെ ഇവിടെ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. പോലീസുകാർ, അധികാരികൾ, മുനിസിപ്പാലിറ്റിയുടെ ആളുകളൊക്കെ ഇതിനോടകം നമ്മുടെ പള്ളിയും പരിസരവും ഒക്കെ ചെക്ക് ചെയ്യുവാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള ആരാധനയ്ക്ക് തടസ്സം നിൽക്കാതെ ശാന്തമായി നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോവുക. പുതുതായിട്ട് വന്നിട്ടുള്ള മൂന്നാം ഭാവ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവസരം ഒരുക്കി കൊടുക്കുക. നിങ്ങൾ ഭവനങ്ങളിൽ പോയി തുടർന്നുള്ള ശുശ്രൂഷ സൂമിലൂടെ ശ്രദ്ധിക്കുവാനായിട്ട്, പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുവാൻ